ബ്ലോഗിലോട്ടേക്ക് ഏകക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ തിരുപ്പതി പോവാൻ പോവുകയാണ്. അപ്പം അതിന്റെ വീഡിയോ ആയിട്ട് കാണാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അന്ന് ഞങ്ങൾ തിരുപ്പതി പോകുന്നതിന്റെ കാഴ്ചകൾ നമുക്ക് കാണാം. ഞങ്ങൾ ഓരോ ദിവസം ഓരോ പാട്ട് വെച്ചിടുന്നതായിരിക്കും. 4 ദിവസം ഞങ്ങൾ തിരുപ്പതിന്റെ പാട്ടിടുന്നതായിരിക്കും. അപ്പം ഇന്ന് തൊട്ട് കൗണ്ട് ഡൗൺ ചെയ്താൽ നേരെ നമുക്ക് കാഴ്ചകൾ കാണാം. മുറ്റത്ത് ഇച്ചി വെള്ളമുണ്ട്, ഇച്ചി സഹിക്കണം. കണ്ട വെള്ളമാണ് അവിടെ, അതുകൊണ്ട് കാണാൻ അവിടെ ഫുള്ള് വെള്ളം, കടല്, ബീച്ച് എന്തൊക്കെയാണ് പേരിക്കറിയത്തില്ല. ബസ് എല്ലാം ഉണ്ട്, നല്ല ഫുൾ പ്രദേശം. നിങ്ങൾക്കിത് ഏത് സ്ഥലമാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുക? താഴെ കമന്റ് ചെയ്യുക. ഇതാണ് കഴിച്ച്, ഇതാണ് വീഡിയോ. അതായത് മസാല ദോശ, ചമ്മന്തി, സാമ്പാർ, ഉഴുന്നുവട, പിന്നെ ഇച്ചിരി കപ്പക്കറി, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. തിരുപ്പതി എത്തിയിട്ട് നമുക്ക് വലിയ കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. നമ്മളെ തിരുപ്പതി എത്തുന്ന മുമ്പ് വലിയ വലിയ കാഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ കാണിക്കുന്നതായിരിക്കും. ഇപ്പം ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കുക. ഞങ്ങൾ തിരുപ്പതിയിൽ ബസ് കയറും. എല്ലാ ദിവസവും ഒരു പാട്ട് വെച്ചുണ്ടാവട്ടെ. സീൻമാര ഒന്നും പറയാനില്ല. നല്ല മഞ്ഞ് ഓരോള്ള കാഴ്ച, പൊടു കാഴ്ച കണ്ടാ. ഇച്ചിരി ബ്ലറാണ്. സാധനം പെട്രോൾ പമ്പ് എല്ലാം ഉണ്ട് അവിടെ. ഇത് പണിയുടെ പെട്രോൾ പമ്പാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ സ്ഥലം ഏതാണ്ട് മനസ്സിലായി കമന്റ് ചെയ്യണം. ഞാൻ ഇതില്ലേ എത്ര വത്ത് പോലീസ് ആടുന്നെന്ന് പറഞ്ഞെന്ന് പറയാൻ പറ്റും. കൗണ്ട് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ പറയുക. ജയിക്കേണ്ട ഒരാൾക്ക് ഞാൻ പിന്നെ ചെയ്ത് വെക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അയ്യോ ഗായ്സ്, തെറ്റിപ്പോയി, സമയം തെറ്റിപ്പോയി. ഇപ്പൊ കണ്ടോ സൂം ഔട്ട്? സൂം ഔട്ട് ആക്കുമ്പോ തന്നെ കാട് പിടിക്കും. കൊറേ ചെടികളും ഹിറ്റാച്ചിയൊക്കെ ഉണ്ട്. അതെന്ത് ഇത് മലയല്ല, സാധാരണ കാട. ചെറിയ കാട് നട്ടാൻ വേണ്ടിക്ക് പറയാം. ഇവരൊക്കെ ഉണ്ട് തിരുപ്പതിയിൽ പോവാൻ. വിചാരിക്കും ഞാനെന്താ ഈ കൂട്ടിക്കിടക്കണ പപ്പീനെ പറയും ഇങ്ങനെ കോട്ട് മറ്റേ ഇത് ജാക്കറ്റൊക്കെ ഇട്ടേക്കണെന്ന്. ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടേക്കണേ. പക്ഷെ ഇവിടെ തണുപ്പണ ഒരു വിഷയമല്ല. ഇവിടെ ഇരുമ്പല്ലേ, തടിയല്ലേ, തടി. സത്യം ആകാശമൊക്കെ കാണാൻ എന്ത് ഭംഗി. ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിലെ ബ്ലോഗറിന് കുക്കിംഗ് ചാനലിന് പകരം ഞങ്ങൾ ഫുഡ് കറക്കന്തി വീഡിയോസ്. നല്ല ഭംഗി. ഈ റൂട്ട് എന്നാലും നിങ്ങൾ ലൈക്ക് ചെയ്ത് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ റോബ്ലോക്സ് വീഡിയോ എപ്പോഴും ഇടാം തയ്യാറാണ്. അതിന് നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കണം. അന്നൊരു വട്ടം ഞാൻ ഇട്ടായിരുന്നു റോബ്ലോക്സ്. ഒരു ചെറിയ വിഷയം
നിങ്ങൾ ഇടക്കൊക്കെ ഇങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി അറിയാൻ പറ്റും. ഇത് നിങ്ങൾ കാണുന്ന പോലെയല്ല, കൊറേ മലകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ തിരുപ്പതി പോണക്കാലം മുമ്പ് പാലാണ് ദൂരെ കാണുന്നത്. കുഞ്ഞു കുഞ്ഞു മല കണ്ട ഞങ്ങൾ ദൂരെ നോക്കുമ്പോ കുഞ്ഞു കുഞ്ഞു മല. ഇത് ഞങ്ങൾ ഔട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. ഇവിടെ ഉണ്ട് കൊറേ കാഴ്ചകൾ. അങ്ങനെ അങ്ങനെ പൊളിയാ ഇവിടെ. പിന്നെ കൊറേ മാർക്കറ്റ്സ് ഉണ്ട്, കടകളുണ്ട്. അതുകൊണ്ട് വെറൈറ്റി ഒരു ഫുഡ് എന്ന് പറയുന്നത് കപ്പലണ്ടി. അത് ആവിൽ വേവിച്ചാണെന്ന് തോന്നുന്നു. അതൊക്കെ ഇവിടെ മാത്രം കിട്ടുന്ന ഒരു വെറൈറ്റി ഫുഡാണ്. പിന്നെ നെല്ലിക്ക അത് പാലിയിലിട്ടപ്പോ നമുക്ക് അവിടെയും അവൈലബിൾ ആണ്. പക്ഷെ ഈ കപ്പലണ്ടി പുഴുങ്ങി ആ ഒരു ഇത് നമുക്ക് എല്ലായിടത്തും കിട്ടത്തില്ല. പൂരി മസാല അങ്ങനത്തെ ഐറ്റംസ്, മസാല പൂരി അടിപൊളിയായിരുന്നു. അതൊക്കെ നമുക്ക് അവിടെ നിന്നും കിട്ടുന്ന ഒരു അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഫുഡൊക്കെ. വെറൈറ്റി ഫുഡ് കഴിച്ചു. ഞങ്ങളുടെ TD കിട്ടണക്കാലം നല്ല ഫുഡാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. TD-ന്നൊക്കെ കഴിഞ്ഞാൽ ചോറിന്റെ കൂടെ 2-3 കറി ഉണ്ടാവത്തുള്ളൂ. ഇവിടെ ഞാൻ കാണിച്ചല്ലോ, കൊറേ കറിയുണ്ട്. സാമ്പാറ്, രസം, മോര് അടിച്ചത്, അങ്ങനെ കൊറേ ഉണ്ട്. പായസം എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ കാഴ്ചയാണ് ഏറ്റവും ഭംഗി. നമ്മള് അതിരാവിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ കോടമഞ്ഞായിരിക്കും, നല്ല രസമായിരിക്കും. അപ്പൊ നല്ല തണുപ്പൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഏകദേശം ഉച്ചയൊക്കെ സമയമായതുകൊണ്ട് പിന്നെ ഞങ്ങളെ വണ്ടി പോവാണെങ്കിൽ ഒരു വലിയ ഗ്യാസ് കുട്ടിക്കുണ്ട്. പക്ഷെ അത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല കാരണം അത് ഫ്രണ്ടില് ക്ലിയർ കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ല. നല്ല ഭംഗി ഒരു വീട്. അവിടുത്തെ റോഡൊക്കെ അധികം കുരിയൊന്നും ഇല്ല. നമ്മളുടെ ഇവിടെ നിന്നൊക്കെ പറഞ്ഞാൽ എന്റെ പൊണ്ണു എന്ത് കുറിയാണ്. ഇവിടെ കുരിയൊന്നുമില്ല. അതേ കണ്ട ടാറിട്ട റോഡാ. നല്ല ക്ലിയർക്ക് വിട്ടിക്കാക്കി വെച്ചല്ലേ.